ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ പറ്റിയില്ല, സൗണ്ടിന് എന്തോ കുഴപ്പം പറ്റിയ സംസാരിക്കുമ്പോൾ ഇവിടെ ചെറിയൊരു പെയിൻ. അപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നോമ്പൊക്കെ അല്ലേ, ഇപ്പം എന്തായാലും നോമ്പൊക്കെ തീരാറായി, കുറച്ചുകൂടി ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് വന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാം, നോമ്പിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ഇപ്പോൾ കിടക്കുകയാണ്. ഇപ്പോൾ സമയം 11 മണിയായപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. കാരണം ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയിട്ടില്ല. ഉറങ്ങിയത് 3:45-4 മണിയൊക്കെ ആയപ്പോഴാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എന്തോ പറ്റി, ഉറക്കമേ വരുന്നില്ല. എന്നിട്ട് ഞാൻ ഒരു ചെയ്തു, ഫോണിൽ കയറി ഒരു വീഡിയോ ഇന്നത്തേക്ക് നമ്മുടെ 10 ഫാക്ട്സിൻ്റെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അത് അപ്ലോഡ് ചെയ്ത് പകുതി ആയിരുന്നു. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്യാൻ വെച്ചാണ്. അതിന് തംബ്നെയിൽ ഉണ്ടാക്കി, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തു, കുറേ കണ്ടൻറ്റ് നോക്കി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു പരിപാടി. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങി. ഒരു 2:30 ആയപ്പോഴത്തേക്ക് ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് ചുമ്മാ ബെഡിൽ വന്ന് കിടക്കും. എനിക്ക് ഉറക്കം വരുന്നില്ല. പയ്യെ ഒന്ന് ഉറങ്ങി വന്നപ്പോഴത്തേക്കും എന്തോ സൗണ്ട് കേട്ട് ഞാൻ പേടിച്ചു. പിന്നെ എനിക്ക് ഉറക്കം പോയി. എന്നിട്ട് ഞാൻ ഓർത്തു, ഇവിടെ എല്ലാവരും ഇടയത്താഴം കുടിക്കുക. ഞാൻ ഇടയത്താഴം കുടിക്കാറില്ല, എനിക്കിഷ്ടമില്ല ആ ഒരു ടൈമിൽ എണീറ്റ് കുടിക്കുന്നതൊന്നും. അപ്പോൾ ഇവിടെ എല്ലാവരും ഇടയത്താഴം കുടിക്കാൻ എണീക്കുമ്പം ഞാൻ കിടന്നുറങ്ങാം എന്നുള്ള സെറ്റപ്പിലായി. അപ്പം ഞാനങ്ങനെ ഇടയത്താഴം കുടിക്കാൻ എല്ലാവരും എണീറ്റപ്പം ഞാൻ കിടന്ന് ഉറങ്ങി. ഇനി നമുക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതുവരെ വാതിൽ തുറന്നിട്ടില്ല. കുറച്ച് നേരമായി, ഒരു 5 മിനിറ്റ് തന്നെ എണീറ്റ് കിടക്കുന്നു. ചുമ്മാ വാട്സപ്പ് നോക്കി, ഇൻസ്റ്റ, യൂട്യൂബും ഒക്കെ നോക്കിയിട്ട് കിടക്കുമായിരുന്നു. ഇനി എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. രാവിലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. രാവിലത്തെ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, താമസിച്ച കിടന്നുറങ്ങിയെന്നു. അതുകൊണ്ട് രാവിലെ എണീറ്റപ്പോൾ താമസിച്ചായി. 9 മണിയുടെ ക്ലാസ്സിന് ഞാൻ 10:45 കഴിഞ്ഞപ്പോൾ എണീക്കണേ. രണ്ടിന് കയറിയില്ല. ഇനി 12 മണിക്കൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ കയറാം. അപ്പം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ക്ലാസ്സൊക്കെ. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ വിടുന്നു. ഞാൻ എൻ്റെ ബെഡൊക്കെ ഒരുമാതിരി അലങ്കോലമായിട്ട് കിടക്കണം. വിരിച്ചിടനുള്ള എനിക്ക് പറ്റില്ല. മടി. ഞാൻ 2 സൈഡിലേക്ക് മുടി പിന്നിട്ടേക്കണത്. അങ്ങനെ ഇടുമ്പം അതിൻ്റെ മുടി പൊട്ടിപ്പോണത് കുറവുണ്ട് കേട്ടോ. കുറവെന്നല്ല, മറ്റേപാട് കെട്ടി വയ്ക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ഒരു 20 മുടിയെങ്കിലും പൊട്ടിപ്പോവും. ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ഒരു 2 മുടിയേ പൊട്ടിപ്പോകത്തുള്ളൂ. അപ്പം അതൊരു കുറവല്ല, പൊട്ടിപ്പോവാറില്ല എന്ന് വേണം പറയാം. അപ്പം നമുക്ക് പയ്യെ പോവാം. ഇതെന്നെ മുടിയുടെ അളവൊക്കെ എഴുതി വെച്ചേക്കുന്ന പേപ്പറായിരുന്നു. പണ്ട് എഴുതി വെച്ചായിരുന്നു, ഇപ്പം അല്ല, പണ്ട് എഴുതി വെച്ചതാണ്. അപ്പം ഞാൻ പറിച്ചൊന്നും കളഞ്ഞില്ല. ഇങ്ങനെ മുടി വളർത്തുന്ന ഒരു സെറ്റപ്പിൽ ഞാൻ എഴുതി വെച്ചു. എരിവാല് പോലത്തെ മുടിയുണ്ട്. നമുക്ക് വഴി പോവാം, വെളിയിലേക്ക് ഇറങ്ങാം. അതെൻ്റെ ഗിത്താറാട്ടോ. നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞൂടാ, എനിക്ക് ഗിത്താറൊക്കെ ഉണ്ട്. ഈ ഷീനെ ഇവിടെ തൂക്കിയിട്ടേക്കാം. ഇതൊക്കെ പഠിക്കുന്ന ഓരോ കാര്യത്തിൻ്റെ അടിയിൽ കുറേ കണ്ടൻറ്റും ഒക്കെ എഴുതി വെച്ചേക്കുന്ന, മറന്നു കൊണ്ടിരിക്കുക. ഇതാണ് എൻ്റെ ഗിത്താർ. ഈ സാധനം ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ, അങ്ങനത്തെ വെച്ചേക്കുന്നത്. അവിടെ എടുത്ത് വെച്ചേക്കും, അതാണ് അങ്ങനത്തെ സൗണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ എൻ്റെ ഒരു സ്ട്രിങ്ങൊക്കെ ഞാൻ മാറിയിട്ട് ഇപ്പോൾ കുഴപ്പമില്ലാണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് കാണിച്ചു തരാം. ഗിത്താർ ഞാൻ വായിക്കുന്നത്, പാട്ടൊന്നും പാടില്ല, ചുമ്മാ ഇരുന്നിങ്ങനെ വായിക്കും. നമുക്ക് വെളിയിലേക്ക് കിടക്കാം. ഇവിടെ ആരും ഇല്ലയെന്ന് തോന്നുന്നു. ഇവിടെ അനിയൻ കിടക്കുന്ന, അവൻ കിടന്ന് ഉറക്കമാണ് എപ്പോഴും. അവൻ ഇനി എണീക്കുമ്പോൾ ഒരു 4 മണി 3 മണിയൊക്കെ ആവും. ഇവിടെ ആരുമില്ല. ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരും രാവിലെ. എനിക്ക് ഇവിടെ നിൽക്കും, കാരണം ഇവിടെ ഫ്രണ്ടിൽ റോഡാണ്. അപ്പം നന്നായിട്ട് വണ്ടിയൊക്കെ പോവും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഞാൻ അവിടെ വന്ന് നിൽക്കും. ഇനി ഞാൻ എന്നെ കുറച്ച് നേരം ബാക്ക് ക്യാമറയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കും. മീൻസ് ബാക്ക് ക്യാമറയിൽ പോയിട്ട് കണ്ണാടിയിൽ കണ്ടുകൊണ്ടിരിക്കും. അവിടെ കണ്ണാടി ഉണ്ട്, കാണിച്ചു തരാം. ജനലിൻ്റെ ഇതിൽ നമുക്ക് എന്നെ കാണാൻ പറ്റും. അപ്പം ഞാൻ അതിൽ ചുമ്മാ എന്നെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇന്നത്തെ പണി അതൊക്കെയാണ്. രാവിലെ അത് നമുക്ക് ഉമ്മച്ചിയുടെ അടുത്ത് വരെ പോയിട്ട് വരാം, ഉമ്മച്ചീനെ കാണാം. ഓക്കെ,
ഇത് ഉമ്മച്ചിയുടെ ചെരുപ്പാട്ടാണ്. ചെരുപ്പ് പൊട്ടിപ്പോയി. ഉമ്മച്ചി ഉണ്ട് പൂച്ച ഓർമ്മണ്ടോ? എവിടെയോ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് മില്ലുണ്ട്. അപ്പം പൊടി മില്ലും ഉണ്ട്, എണ്ണ മില്ലും ഉണ്ട്. ഇത് എണ്ണ മില്ല്. ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല. ആരെങ്കിലും കൊപ്പറയൊക്കെ ആട്ടാൻ വരുമ്പോൾ മാത്രമേ അത് തുറക്കത്തുള്ളൂ. ഇന്ന് ഞാൻ തുറന്ന് കാണിച്ചു തരാൻ വേണം. ഇവിടെ മുളകൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടേക്ക്. ഇതാട്ടാ നമ്മുടെ വീട്. മുളകൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടേക്കുവാണ്. മുളക് ഉണങ്ങിയിട്ട് പൊടിക്കാൻ. അപ്പോൾ ഇവിടെ ഉമ്മച്ചിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഉമ്മച്ചിയുടെ ഫ്രണ്ട് ഇവിടെ നല്ല വർത്താനാണ്. ഞാൻ വന്നപ്പോഴത്തേക്കും ഇതാണ് ഉമ്മച്ചിയുടെ ഫ്രണ്ട് സുബീത. എന്തേലും പറയൂ സുബീത. നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്നാ സംസാരിക്കുമായിരുന്നു? കണ്ട എന്നെ കൂട്ടാണ്ട് ഒരു കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഉമ്മച്ചി രാവിലെ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ഇരുന്നെ. ഞാൻ വീഡിയോ എടുക്കുവാന്ന് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ഷാളൊക്കെ ഇട്ട് ഇങ്ങനെ കുറച്ചുകൂടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരുമൊന്നുമില്ല. ഇരിക്കുന്ന ഏത് ഏരിയ ആണെങ്കിലും അതുപോലെ തന്നെയാണ് അവളെ വീഡിയോ എടുക്കുള്ളൂ. ഞങ്ങൾ ഒരുമിട്ടൊക്കെ ഇരിക്കടി എന്ന് പറയും. എല്ലാ പിള്ളേരും അങ്ങനെയൊക്കെയല്ല ചെയ്യാറ്. അവിടെ മില്ലിൽ നല്ല ഒച്ചയുണ്ട്, പൊടി വറക്കുന്നുണ്ട്, അതിന്റെ സൗണ്ടാണ്. അപ്പൊ നമുക്ക് ഇനി വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോയിട്ട് നല്ല വെയിലുണ്ട്. വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് പല്ല് തേക്കണം. പിന്നെ മിക്കവാറും എന്തേലും 2-3 പൂച്ചകൾ വീടിൻ്റെ ഉള്ളിൽ കാണും കേട്ടോ. വെളിയിൽ നിന്ന് നന്നായിട്ട് പൂച്ച കയറുന്നുണ്ട് പെട്ടെന്ന്. പിന്നെ പല്ലൊക്കെ തേക്കണം. അതിന് മുന്നേ നമ്മുടെ രാവിലത്തെ കാര്യപരിപാടിയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഫേസ് വാഷ് ചെയ്യാം. അപ്പം ഞാനാണെങ്കിൽ പയറുപൊടി എടുത്തുകൊണ്ടാണ്. എൻ്റെ ഫേസ് വാഷ് തീർന്നുപോയി. അതുകൊണ്ട് ഞാനിപ്പോൾ പയറുപൊടിയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഓർഡർ ചെയ്യാനുള്ള മടി കാരണം ഞാൻ ഓർഡർ ചെയ്തില്ല. ഉമ്മച്ചി പറഞ്ഞു ഓർഡർ ചെയ്യുക, അപ്പോൾ ഈ പാടില്ലല്ലോ എന്ന് പറഞ്ഞു. ഉമ്മച്ചിയും ആ ഫേസ് വാഷ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിക്കും ഉപയോഗിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് ഓർഡർ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞപ്പോൾ 3-4 ദിവസമായി ഇങ്ങനെ നീട്ടിക്കൊണ്ട് വേണം. അപ്പം ഞാനിപ്പോൾ പയറുപൊടി യൂസ് ചെയ്യുന്നത്. ഇത് നല്ല കേട്ടോ, നന്നായിട്ട് ക്ലീൻ ആക്കും. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ എടുത്തിട്ട് മിക്സ് ആക്കി ഒരു പേസ്റ്റ് പോലെ ആക്കും. എന്നിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. എനിക്കൊന്ന് പുറത്തൊക്കെ പോകുന്നുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കടയൊക്കെ തുറക്കും. എല്ലാ കടയുണ്ടോ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോവാണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ ഫേസ് വാഷൊക്കെ അപ്ലൈ ചെയ്യാൻ. നമ്മൾ രാത്രി കിടക്കുമ്പോൾ കയ്യിൽ കുറേ ബാക്ടീരിയാസ് ഉണ്ടാവും. നമ്മുടെ ബോഡിയിൽ എവിടെയൊക്കെ തൊടുന്നുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ രാത്രി. അപ്പം കൈയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഫേസിൽ രാവിലെ അപ്ലൈ ചെയ്യുക. എന്ത് ഫേസ് വാഷ് ഇട്ടാലും മറ്റേ കൂട്ട് ഫേസ് വാഷ് ഇട്ടാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൈ എടുക്കണം. ഞാൻ അടുക്കളയിലായിരുന്നു മുഖമൊക്കെ ഇട്ടിരിക്കുന്നത്. എനിക്ക് വീട്ടിലാരും ഇല്ലെങ്കിൽ ടോയ്ലറ്റിലൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ്. ആരെങ്കിലും വരുമോ, വീട്ടിൻ്റെ വാതിൽ തുറന്ന് ആരെങ്കിലും വരുമോ, അങ്ങനത്തെ പേടി. ഉമ്മച്ചിപ്പം മില്ലിലാണെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു ഭയമൊക്കെ ഉണ്ട്. അനിയൻ ഡോറ് കുറ്റിയിട കടന്നുറങ്ങുന്നത്. ഇപ്പം അവനും അറിയത്തില്ലല്ലോ. അങ്ങനെ ഓർക്കുന്നു. നമുക്കിത് പയ്യെ വാഷ് ചെയ്ത് കളയാം. ഓക്കെ, വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ വരാം. അപ്പം ഞാൻ അതേ പോവാണ്, റൂമിലേക്ക് പോവാണ്. റൂമിൽ പോയിട്ട് നമുക്കിനി എന്താ പരിപാടി, മുഖം തുടയ്ക്കണം. ഈ റൂമിലെത്തി മുഖം തുടയ്ക്കാം. ബെഡൊക്കെ മൊത്തം അലമ്പായി കിടക്കുവാണ്. ഇനി അതൊക്കെ ഒന്ന് ശരിയാക്കണം. കുറച്ച് ചിലപ്പോൾ ശരിയാക്കൂല കേട്ടോ, എൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും. നമ്മൾ എന്താ പറയണേ, രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ശരിയാക്കാൻ തോന്നില്ല. നല്ല പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ആണെങ്കിൽ ഞാൻ ശരിയാക്കിയിട്ട് എന്നാലാണല്ലോ നമുക്ക് ആ ഒരു ഇത് വരത്തുള്ളൂ. ഞാൻ ശരിയാക്കിയിടും. അപ്പം ഇനി നമുക്ക്
മൊത്തം ഫേസൊക്കെ തുറക്കും. ഞാൻ പല്ല് വെച്ചു കേട്ടോ, പല്ല് വെച്ചിട്ടാണ് വന്നത്. വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവും എന്നറിയൂടാ. ഞാൻ പല്ലൊക്കെ തേച്ചിട്ടാണ് ഇപ്പോൾ മുഖം തുടയ്ക്കാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. പല്ല് തേച്ച് കഴിഞ്ഞിട്ടാണ് സംഭവം ചെയ്തത്. നമുക്കിനി നമ്മുടെ മുടി ഒന്ന് അയച്ചിട്ട് കെട്ടാമേ. ഒറ്റത്തേക്കൊക്കെ മുടിയുടെ കട്ടി ഭയങ്കര കുറഞ്ഞു. ഇതിൽ ഒരു കട്ടി കൂടെ ഉണ്ടായിരുന്നു മുടി. ഞാൻ സൂക്ഷിക്കാണ്ടാണ്, ഞാൻ നന്നായിട്ട് സൂക്ഷിക്കൂട്ടോ. ഞാൻ മുടി സൂക്ഷിക്കുമ്പോൾ ഇവിടെ വേറെ ആരും മുടി സൂക്ഷിക്കൂല. എന്നിട്ടാണ് കൊഴിഞ്ഞു പോകണം. ഇന്ന് നമുക്കൊരു ചിലപ്പോൾ ഒരു പാഴ്സൽ വരും കേട്ടോ. ഞാനത് ഇപ്പോഴാണ് ഓർത്തേ. ഞാനൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈദിന്. പുറത്ത് പോയി എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നെറ്റിൽ നിന്ന് ഓർഡർ ചെയ്തു. അപ്പം ഞാൻ അത് ജിയോയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പം അതിന് വരും. പക്ഷെ അതിൻ്റെ അടിയിലിടാൻ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല. അതാണ് ഇപ്പം എനിക്ക് പറ്റിപ്പോയ പൊട്ടത്തരം. ഞാനോർത്തു ജിയോയിൻ്റെ ഡ്രസ്സ് അത് ഓർഡർ ചെയ്തിട്ട്, കാരണം അത് നമുക്ക് കടയിൽ പോയാൽ കിട്ടത്തില്ല. എനിക്ക് 100% ഉറപ്പ്. ഞാൻ ഇതുവരെ ജിയോയിൽ ട്രെൻഡ്സിൽ പോയിട്ട് ഞാൻ ആ ഉടുപ്പ് കണ്ടിട്ടേ ഇല്ല. പിനാഫോർ എന്ന് പറഞ്ഞ ഒരു ഡ്രസ്സ്. അപ്പം എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് നമ്മൾ കടയിൽ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും ലെങ്ത് ഉള്ള ഡ്രസ്സാണ് കിട്ടുന്നത്. മുട്ടിന്റെ നന്നായിട്ട് താഴെ നിൽക്കുന്നതാണ് പിനാഫോർ. ഞാൻ ഇതുവരെ ഇവിടുത്തെ കടയിലും ഒക്കെ പോയിട്ട് കണ്ടിട്ടുള്ളൂ. നമുക്ക് ഷോർട്ട് പിനാഫോർ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ. അപ്പം എനിക്ക് ഷോർട്ട് പിനാഫോർ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഷോർട്ട് പിനാഫോർ വാങ്ങി ഇന്നല്ലെങ്കിൽ നാളെ ആയിട്ട് വരുമായിരിക്കും. പെരുന്നാളിന് മുമ്പ് വന്നാൽ മതി. 21-ാം തീയതിക്കുള്ളിൽ വരുന്നതാണ് ഇതിൽ കിടക്കുന്നത്. ഞാൻ അതേ മുടിയൊക്കെ കെട്ടിച്ച് സെറ്റപ്പായി ഞാൻ പറഞ്ഞു അതൊക്കെ ഒന്നും കാര്യമാക്കണ്ട. ഞാനിപ്പോൾ മുടിയൊക്കെ കെട്ടി വെച്ചാൽ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ എടുത്തു. ഈ ടൈം കൊണ്ട് ഒറ്റയ്ക്കൊരു വീഡിയോ ഞാൻ എടുത്തു. വാട്ട്സ് ഓൺ മൈ ഫോൺ എന്ന് പറഞ്ഞ വീഡിയോ എടുത്തു. അത് ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അപ്പം ഫോണിൽ സ്പേസ് കിട്ടൂല. അതാണ് എൻ്റെ പരിപാടികൾ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഞാൻ കുറച്ച് താമസിച്ചെടുത്തുള്ളൂ. ഈ വീഡിയോ ഇന്നും നിങ്ങൾ കാണുന്നത് 6-ാം തീയതി മെയ്യിൽ കാണുന്നതും പോയിട്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് 6th മെയ്ക്കാണ്. നിങ്ങൾ പക്ഷെ കാണുമ്പം അതിലും നന്നായിട്ട് താമസിക്കും. അപ്പം നമുക്ക് ഇന്ന് എനിക്ക് ബിഗ് ബോസ് കാണണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ഗൂഗിൾ മീറ്റും വാട്സപ്പും എൻ്റെ മറ്റേ ഫോണിലേക്ക് ആക്കണം. എന്നാലാണ് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ക്ലാസ് ഉള്ളതും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാൻ എന്നാലാണ് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ അതൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ, കാണിച്ചു തരാം. അല്ല, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അറിഞ്ഞില്ല സമയം പോയത്. സാറ് ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ട് തന്നിട്ടുണ്ട്. 11:57 നമുക്കപ്പം ഞാൻ ഗ്രൂപ്പിലേക്ക് നമുക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാമേ. ഓക്കെ, നെറ്റ് ഓഫ് ആക്കിയില്ലേ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ല. നമ്മളൊരു 12:05 ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാവേ. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഞാനൊരു തിരക്കിലായി. ഒരു സെക്കൻഡ് ഒരു സംഭവം ചെയ്തിട്ട് ഇപ്പൊ തന്നെ കമ്പ്യൂട്ടർ മുമ്പിൽ തന്നെ ഉണ്ട്. ഒരു 2 മിനിറ്റ് കൊണ്ട് ആൾക്കാരൊന്ന് ചോദിച്ചു. ഇതാണ് കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന സാറ്, തോമസ് പാലക്കാട്. അല്ല, ആ സാറ് ഈ വീഡിയോ ഒക്കെ കണ്ടാൽ പെട്ടു. ഇത് ഞാൻ സ്കൂളിൽ SPCക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉടുപ്പാട്ടോ. SPCയുടെ ട്രെയിനിങ്ങിൻ്റെ യൂണിഫോം. ഒരു ബ്ലാക്ക് പാൻറ്റും ഉണ്ട് ഇതിന്. അത് ഞാൻ ഇടാറില്ല. എനിക്കത് ഭയങ്കര വലുതാണ്. നമുക്കതൊന്നും ഷേപ്പാക്കാൻ പറ്റത്തില്ല. ടൈറ്റാക്കിയ ഒരു വഴക്ക് പറയും സാറ്. ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഭയങ്കര കോഴി കൂവുന്ന സൗണ്ടൊക്കെ. സാറിൻ്റെ വീട്ടിൽ കോഴി ഉണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും 5ാമത്തെ പാട് ഇപ്പം പഠിക്കുന്നത്. പക്ഷെ എവിടം വരെ എത്തി പഠിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ ടെക്സ്റ്റ് എടുക്കാണ്ടാണ് ഇരുന്നത് ക്ലാസ്സിൽ. എനിക്ക് 2 പേപ്പർ കിട്ടി. ഞാൻ ബിസിനസ് സ്റ്റഡീസിൽ നിന്ന് പഠിച്ചതാണിത്. ഇതാട്ടെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ. നമുക്ക് അതിൽ നിന്നൊരു പേപ്പർ എടുക്കാം. പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇന്ന് സാറ് പറയാനൊക്കെ എഴുതി വയ്ക്കാം. നോട്ടൊന്നും പകുതി കംപ്ലീറ്റ് ഇല്ല. നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കാം. 12:02 5 ആയില്ല സാർ. തുടങ്ങാം. ഓക്കെ.
ലോക്ക്ഡൗൺ ആയാലോ നാളെ മുതൽ. അപ്പൊ അതിന്റെ പെട്ടെന്ന് ഓഫീസിലോട്ട് കുറച്ച് ഫയലുകൾ സെൻഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ഒരിത്തിരി ബിസി ആയി പോയതാണേ. സോറി. അല്ലെങ്കിൽ നമ്മൾ കൃത്യം 12 ഷാർപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. ഓക്കെ, ലീവ് ഇറ്റ്. നമുക്ക് ആവശ്യത്തിന് കൗണ്ട് 74 വന്നിട്ട് ഏകദേശം ഇന്നലത്തെ ആൾക്കാരെല്ലാം തന്നെ വന്നിട്ടുണ്ട് വിചാരിക്കുന്നു. 2 പേര് അവസരമാണ് വരട്ടെ അല്ലേ. എന്നെ കാണത്തില്ലേ, നമുക്കിന്ന് പഠിക്കാം. ഓക്കെ, സർ 52 ലിസ്ന ലത്തീഫ്. അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ എടുത്തതാണ്. ഇന്ന് ശരിക്കും 27ാമത്തെ നോമ്പല്ലേ? അപ്പം 27ാമത്തെ നോമ്പ്. പിന്നെ നമ്മളൊരു വെറൈറ്റി പിടിക്കുകയാണ്, മന്തി ഉണ്ടാക്കുകയാണ്, ചിക്കൻ മന്തി. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പം ഇന്ന് മദേഴ്സ് ഡേ ആണ്. ഹാപ്പി മദേഴ്സ് ഡേ. പിന്നെ ഞാൻ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചേക്കണത് കഴുത്തിൻ്റെ ഇവിടെയൊക്കെ കൊണ്ട് ആവി എടുക്കാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് പൊക്കി പിന്നിട്ടേക്കുവാണ്. പിന്നെ എന്താ, നമുക്ക് ഓരോ പരിപാടികളായിട്ട് ഇനി കണ്ടുകൊണ്ടിരിക്കാം അല്ലേ. ഓരോ പരിപാടികളായിട്ട് ഇനി കാണാം. ഇപ്പം സമയം 2:30 3 മണി ആവാറായി. അപ്പം ഇപ്പം തൊട്ടേ തുടങ്ങിയാലാണ് തീരുള്ളൂ. കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പം മൊത്തം റംസാൻ ഫുൾ വ്ളോഗ് ഇന്ന് രാത്രി വരെ ഉള്ളത് കാണിക്കും. അപ്പം എന്താ, എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സമൂസയുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇനി സെറ്റാക്കുന്നതൊക്കെ ഞാൻ കുറച്ച് ഷോർട്ടാക്കി കാണിക്കാം കേട്ടോ. അപ്പം അതേ നമ്മൾ നോമ്പൊരിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം ലൈറ്റിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. രാത്രി ആയല്ലോ, അതുകൊണ്ട് ലൈറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മന്തിയുടെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും മറക്കാണ്ട് കാണണേ.